ഇതൊക്കെ ഒരുമാതിരി കുറെ നേരമൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. എന്റെ കാര്യത്തിൽ ഏറ്റവും മെയിൻ മിസ്റ്റേക്ക് ഈ അഞ്ചാമത്തെ കാര്യമാണ് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഹെയർ കെയർ മിസ്റ്റേക്ക് ആണ് പറയാൻ പോണത്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഞാനും ഇതേപോലെ തന്നെ ആയിരുന്നു. ഞാൻ കുറെ മിസ്റ്റേക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ കുറച്ച് കഴിപ്പാണ് അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവുക. അതേപോലെ നിങ്ങൾ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇപ്പോഴേ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. അതിന്റെ മുന്നേ നമ്മൾ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതൊരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം ആളുകൾ ഓയിൽ അപ്ലൈ ചെയ്യാതെ ഒഴിവാക്കിയിരുന്ന ഒരു പരിപാടി ഉണ്ട്. ഞാനും അങ്ങനെ തന്നെ ഒട്ടും ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യില്ലെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെത് പിന്നെയും ഡ്രൈ ആവാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ സ്കാൽപ്പ് മനസ്സിലാക്കിയിട്ട് വേണം ഓയിൽ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ സ്കാൽപ്പ് ഓൾമോസ്റ്റ് ഒരു ഓയിലി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ അത്ര ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരേപോലെ തന്നെ നിന്നോളും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബട്ട് നിങ്ങളെ സ്കാൽപ്പ് അത്യാവശ്യം നല്ല ഡ്രൈ ആണ്, നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചില ടൈം നമ്മൾ കുടിക്കാതൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി, സ്കാൽപ്പ് തൊട്ടുമ്പോൾ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കാൽപ്പാണ്. അല്ലാത്ത രീതിയിൽ ഒരു ഓയിലി പോലെ തോന്നുകയാണെങ്കിൽ, ഒരു 2 ദിവസം കഴിഞ്ഞ് ഓയിലി പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങളതൊരു ഓയിലി സ്കാൽപ്പ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മുടി നീണ്ടോളൂ. പക്ഷേ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാതെ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സ്കാൽപ്പും കൂടി ആണെങ്കിൽ സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക്, ഇവിടെയാണ് ഡ്രൈനെസ് കൂടുതൽ വരിക, ഇവിടേക്കും നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ മുക്കി കുളിക്കാനല്ല പറയുന്നത്, അത്യാവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടത്ര ഓയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക. ഞാൻ തീരെ ഓയിൽ അപ്ലൈ ചെയ്യില്ലായിരുന്നു. ഞാൻ മുടി നീള ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ ഇതേപോലെ നിർത്തി കഴിഞ്ഞാലൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം ഉണ്ടായിരുന്നത്. അതൊക്കെ മാറിയത് ഈ ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ആ ഒരു മുടിയുടെ ടെക്സ്ചർ ചേഞ്ച് ആയത്. അതേപോലെ തന്നെ മുടി നീളാനും തുടങ്ങിയത്. ഈ ഒരു കാര്യം കറക്റ്റ് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സ്കാൽപ്പും അതുപോലെ തന്നെ നമ്മളെ ഹെയറും അനുസരിച്ചിട്ട് വേണം നമ്മൾ പാക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്കാൽപ്പ് നല്ല ഡ്രൈ ആണെങ്കിൽ ആ ഒരു ഡ്രൈ സ്കാൽപ്പിന് പറ്റിയ, അതായത് ഒരു ഓയിലി ഒരു മീൻസ് ഒരു കൊഴുപ്പ് പോലത്തെ അല്ലെങ്കിൽ കുറച്ചൊരു മോയ്സ്ചറൈസിങ് പാക്ക് വേണം ഇടാൻ വേണ്ടിയിട്ട്. അല്ല നേരെ നിങ്ങളത് ഭയങ്കര ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഓയിലി ടൈപ്പ് പാക്ക് ഇടരുത്. അതിന് ഡ്രൈ ആയിട്ടുള്ള പാക്ക് ഇടുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ബാക്കിയുള്ള ഒരാളത് കണ്ടിട്ട് ആ ഒരു പാക്ക് അനുകരിച്ചിടരുത്. അപ്പോൾ നിങ്ങളെ സ്കാൽപ്പിനനുസരിച്ചിട്ട് വേണം അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു വല്ലാണ്ട് ഒരു ഓയിലി പോലെ ആക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഓയിലി സ്കാൽപ്പുള്ളവർ ഉപയോഗിക്കരുത്. ഇനി ഇപ്പോൾ ഡ്രൈ സ്കാൽപ്പുള്ളവർ നേരെ പറഞ്ഞ മാതിരി നിങ്ങൾ തിരിച്ച് ഇനി കൺഫ്യൂഷൻ ആയി പോകണ്ട. ഒരിക്കലും ഡ്രൈ സ്കാൽപ്പുള്ളവർ ഡ്രൈ ആക്കുന്ന പാക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ ഓയിലി സ്കാൽപ്പുള്ള ആളുകൾ ഭയങ്കര ഓയിലി അല്ലെങ്കിൽ ഭയങ്കര മോയ്സ്ചർ നിൽക്കുന്ന ടൈപ്പ് പാക്ക് ഉപയോഗിക്കരുത്. ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നനഞ്ഞ മുടി കോംബ് ചെയ്യരുത്. നമ്മൾ എന്ത് സാഹചര്യം തിരക്കിട്ട് പോകാൻ നിൽക്കുകയാണെങ്കിലും എന്ത് സാഹചര്യം ആണെങ്കിലും നനഞ്ഞ മുടി ഒരിക്കലും കോംബ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഹീറ്റർ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. ഇവിടേക്ക് എടുത്തേക്ക് ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ എടുത്ത് വെച്ച് ഞാൻ ഡ്രയർ ഉപയോഗിക്കരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. അതേപോലെ തന്നെ നമ്മളെ ഫോർത്ത് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മുടി കെട്ടുന്ന കാര്യത്തിൽ നൈറ്റ് കിടക്കാൻ ടൈമിൽ ഒന്നെങ്കിൽ ഇങ്ങനെ കെട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡും പിന്നിട്ട് കെട്ടാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഒരിക്കലും അഴിച്ചിട്ടിട്ട് അതേപോലെ കിടക്കരുത്. നമ്മളെ മുടി ഇങ്ങനെ ഒരത്തിയിട്ട് ഇതേപോലെ പൊട്ടിപ്പോവും. അതുപോലെ ഭയങ്കര തിന്നായിട്ട് മാറും ചെയ്യും. അതായത് ഇവിടെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. അത്ര നമ്മൾ ഈ കിടക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു അമർന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗത്തും പിന്നെ നിങ്ങൾ സൈഡ് ചരിഞ്ഞാണ് കിടക്കുന്നത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലാണ് ഈ ഒരു മുടിൻ്റെ ഒരു തിക്നെസ് മാറിപ്പോവുക. ഈ മുടി ഭയങ്കര ഡ്രൈ ആവാൻ തുടങ്ങുക. അത് നമ്മളൊരു ഗ്രാജുവലി ആയിട്ട് വരികയാണ് ചെയ്യുക. അല്ലാണ്ട് ഇന്ന് കിടന്നു വെച്ചാൽ ഇന്ന് തന്നെ ആവുകയല്ല ചെയ്യുക. നിങ്ങൾ അങ്ങനെ കിടക്കുന്നതിനനുസരിച്ചിട്ട് ഒരു മാറ്റമാണ് വരിക. അപ്പോൾ നമ്മൾ പില്ലോ കവർ ആണെങ്കിലും അതുപോലെ തന്നെ തുണിയാണെങ്കിലും എല്ലാം നിങ്ങൾ ഈ ഒരു ഡ്രൈ ആക്കുന്ന ലെവലിലേക്കുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഏത് ടൈപ്പ് ഹെയർ ആണെങ്കിലും ഉപയോഗിക്കരുത്. അടുത്ത നമ്മൾ 5ാമത്തെ മിസ്റ്റേക്ക് ആണ്. എൻ്റെ കാര്യത്തിൽ ഏറ്റവും മെയിൻ മിസ്റ്റേക്ക് ഈ 5ാമത്തെ കാര്യമാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും നമ്മളെ ഹെയറിന് വേണ്ട കണ്ടീഷണർ അതേപോലെ ഷാമ്പു കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ചിലപ്പോൾ തീർച്ചയുണ്ടാവില്ല ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏതാണ് നല്ലതെന്നുള്ളത്. അതിൽ നമ്മൾ ഷാമ്പു ഉപയോഗിച്ചാലും വലിയ പ്രശ്നമില്ല. ഷാമ്പു നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ബട്ട് അതിൽ കണ്ടീഷണർ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കാര്യം കണ്ടീഷണർ ഒരിക്കലും നമ്മൾ ഈ ഒരു സ്കാൽപ്പിന്റെ ഇവിടേക്കാണ് നമ്മൾ മുടി ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുളിച്ച് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വേണം. ഒരിക്കലും സ്കാൽപ്പിലേക്ക് കയറരുത്. ഈ ഒരു ഏരിയ ഒരിക്കലും നമ്മൾ കണ്ടീഷണർ അറിയേ ചെയ്യരുത്. ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പിന്നെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കണ്ടീഷണർ നിങ്ങളൊരു ബോട്ടിൽ കണ്ടീഷണർ വാങ്ങുക അല്ലെങ്കിൽ ഒരു പാക്ക് കണ്ടീഷണർ വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ആവട്ടെ, നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിൽ കുറച്ച് ടൈം പറയുന്നുണ്ടാവും. അതിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ ഹെയറിൽ ആ കണ്ടീഷണർ വെക്കരുത്. അത് വാഷ് ചെയ്ത് കളയണം. ചിലതിലാണ് ഒരു 5 മിനിറ്റ് വെക്കാം, ചിലതൊരു 10 മിനിറ്റ് കാണാം. അതിൽ ചിലപ്പോൾ അതിലെന്തായാലും എഴുതിയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നമ്മളൊക്കെ ബോട്ടിൽ വാങ്ങുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ആക്കുക,
2 മിനിറ്റ് വെക്കുക, കഴുകിക്കളയുക. അതെല്ലാവരും 2 മിനിറ്റ് 3 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് നോക്കട്ടെ. നിങ്ങൾ ആ ബോട്ടിൽ നോക്കിയിട്ട് കറക്റ്റ് അതിൽ എത്ര ടൈം വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റിന് ടൈം നോക്കിയിട്ട് വേണം അത് ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്റെ ബെനിഫിറ്റ് കിട്ടുക രീതിയിലുള്ള അതിൽ കൂടുതൽ വെച്ചിട്ട് അതിന്റെ സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. നിങ്ങളൊരു ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നതായിരിക്കില്ല. ഷാമ്പൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡയലൂട്ട് ചെയ്യും, കഴുകും. ഷാമ്പൂ ആണെങ്കിൽ കൂടുതൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, കണ്ടീഷണറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ആറാമത്തെ മിസ്റ്റേക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന്, അതായത് നിങ്ങൾ ചെറുതായിട്ടൊരു താരൻ്റെത് വന്ന് അല്ലെങ്കിൽ സ്പ്ലിറ്റ്നെസ് വന്ന്, അത് നമ്മൾ വന്നോട്ടെ, കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ, നമുക്ക് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ആകെ ഒത്തിരി അല്ലേ ഉള്ളൂ എന്നുള്ളത് രീതിയിൽ ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മളിപ്പോൾ താരനാണെങ്കിൽ പോലും നിങ്ങളത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ് തന്നെ മാറ്റിയെടുക്കാൻ നോക്കുക. നമ്മൾ വെച്ചാൽ താരം തന്നെ ഒരാഴ്ച പോലും വേണ്ട അത് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. അത്രയും ഫാസ്റ്റ്ലി സ്പ്രെഡ് ആവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി എടുക്കാൻ നോക്കുക. അതായത് എന്താണെങ്കിലും നമ്മളിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ പില്ലോ കവർ മാറ്റേണ്ടി വരും, നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പ് ശ്രദ്ധിക്കേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും. അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും താരണം അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള അതിന് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ചെയ്യണം. ഒരിക്കലും ഇതൊക്കെ ഒന്നും മാറ്റി വെക്കരുത്. ഹെയറിന്റെ കാര്യം എനക്കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്ത, ഞാനൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഈ ഒരു രീതിയിലായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ശ്രദ്ധിക്കാം, ചിലപ്പോൾ പിന്നെ മറന്നു പോകും. അപ്പം അങ്ങനെ ഒരിക്കലും ഇത് വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലും ഇല്ല. താരനൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാം, നിങ്ങളത് പോവുകയില്ല. എത്രയോ കാലം എടുത്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് പോവുള്ളൂ. നമ്മൾ എത്ര ചെയ്താലും ചിലപ്പോൾ അതിന് റിസൾട്ടും കിട്ടൂല. അപ്പം ഈ ഒരു കാര്യം കറക്റ്റായി ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ആ 5ാമത്തെയാണ് മെയിനായിട്ട് വന്ന കാര്യം. ഞാൻ ഇതൊക്കെ ഒരുമാതിരി കുറേ നേരമൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.